നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ക്യാൻവ കോഴ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്ഥാപനത്തിന് ആ സ്ഥാപനത്തിൻ്റെ ലെറ്റർ ഹെഡ് വളരെ ആവശ്യമായിരിക്കും. അവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനും ഇനിയിപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനൊക്കെ ലെറ്റർ ഹെഡ് ആവശ്യമാണ്. ഒരു ലെറ്റർ ഹെഡ് നമുക്ക് ക്യാൻവ ഉപയോഗിച്ചിട്ട് അങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനായി നമ്മൾ ആദ്യം ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സെർച്ച് ചെയ്യാനുള്ള സ്ഥലത്ത് ലെറ്റർ ഹെഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ലെറ്റർ ഹെഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ലെറ്റർ ഹെഡിൻ്റെ മോഡലുകൾ നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് വേണ്ട ലെറ്റർ ഹെഡുകൾ ഏത് രൂപത്തിലുള്ളതാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഏതാണോ അത് എടുക്കുക. ഞാനിപ്പോൾ ഒരു ലെറ്റർ ഹെഡ്, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ കളറിനനുസരിച്ചുള്ള ഒരു ലെറ്റർ ഹെഡായിരിക്കും നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരിക. കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എടുക്കുക. ഓപ്പൺ വരെ ഒന്ന് കാത്തിരിക്കുക. ഇത് കമ്പ്യൂട്ടറിലാണെങ്കിലും മൊബൈലൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ, ടൂൾസിന് മാറ്റം ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ലെറ്റർ ഹെഡാണ്. ഇനി നമുക്ക് ഡിസൈനിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ പുതിയൊരു പേജ് എടുത്തിട്ട് ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഇതൊരു പ്രൊഫഷണൽ ഫീൽഡുള്ള ഒരു ലെറ്റർ ഹെഡാണ്. നമുക്ക് ആദ്യത്തെ എടുത്തത് ഡിലീറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഈ ലെറ്റർ ഹെഡിന് മെയിനായിട്ട് വേണ്ടത് ആ സ്ഥാപനത്തിൻ്റെ പേരും ലോഗോ ആണ്. ഇവിടെ നമുക്ക് ഓക്കെ, എന്തോ ചെറിയ ഇഷ്യൂ ഉണ്ട്. തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ. ഇവിടെ സ്ഥാപനത്തിൻ്റെ ലോഗോ ആണ് കൊടുക്കേണ്ടത്. ആ ലോഗോ കൊടുക്കുക. പിന്നെ അഡ്രസ്സ്, അതുപോലെ നമ്മുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത്, അതുപോലെ പിൻകോഡ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. ഇനി തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ നമ്മൾ സൂം ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് ലെറ്റർ ഹെഡ് നമ്മളൊന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇതൊന്നും കൊടുക്കണ്ട. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു ഡേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ് കൊടുക്കാനുള്ളത് ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് അവിടെ എന്ത് ചെയ്താൽ മതി, ഡേറ്റ് എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളിവിടെ ചെറിയ അക്ഷരത്തിലല്ല കൊടുത്തത്, ചെറിയ അക്ഷരത്തിലാണ് നമുക്കിത് വേണ്ടത്. വലിയ അക്ഷരത്തിലാണ് ടൈപ്പായി വരുന്നത്. അത് എന്തുകൊണ്ടാണ്? കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ എന്ത് കൊടുത്താലും വലിയ അക്ഷരത്തിലാണ് വരുന്നത്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ടൈപ്പ് ഇത് എടുത്ത ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ഈ വലിയ എന്ന് കണ്ടില്ലേ, അതെടുത്ത് മാറ്റിയാൽ മതി. അതൊന്നും കൂടി സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒറിജിനൽ ഇതാണ് ഇവിടെ വരിക. അതെടുത്തു കഴിഞ്ഞാൽ ചിലപ്പം എല്ലാ അക്ഷരവും വലിയ അക്ഷരമായിട്ട് വരും. നമ്മളത് ഒഴിവാക്കിയത് കൊണ്ട് നോർമലായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് സിൻസിയർലി നമുക്ക് ഒപ്പൊക്കെ കൊടുക്കാൻ ഇവിടെ ഇത് കൊടുക്കാം. സാധാരണ ഇവിടെയൊക്കെ അല്ല ഒപ്പ് വരിക. ഇത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് കളയുന്നു. ഇത്ര ഒരു ലെറ്റർ ഹെഡ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. നമുക്കതിൻ്റെ ഡിസൈനൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലോഗോ എന്ത് ചെയ്യണം, ഇവിടെ കൂടെ ഒരു വാട്ടർമാർക്ക് പോലെ
കാണിക്കണം. ഉണ്ടല്ലേ, കുറച്ച് വലുതാക്കിയിട്ട് നമുക്ക് ഇവിടെ ഒരു സൈഡൊക്കെ ഒരു പകുതിയൊക്കെ ഇങ്ങനെ കാണിക്കുന്ന രൂപത്തിൽ വേണം എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഒരു ലോഗോ ആയി കരുതുകയാണ്. ഉണ്ടല്ലേ, ഇങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് വലുതാക്കുക. ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം ഇത് വലുതാക്കിയ ശേഷം അത് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ട്രാൻസ്പാരൻസി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതെടുത്തിട്ട് ട്രാൻസ്പാരൻസി കുറച്ച് കൊടുക്കുക. ഒരു ഉദാഹരണമാണ് ഇത്. ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ശരിയാക്കാം, നേരെ നടുവിലൊക്കെ വരുത്താം. അപ്പോൾ ഇതാണ് ഒരു ലെറ്റർ ഹെഡ് ഉണ്ടാക്കാനുള്ള വളരെ ഈസിയായ രൂപം. ലെറ്റർ ഹെഡുകൾ ഡിസൈനുള്ളടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പുതിയ പുതിയ മോഡലുകൾ കാണാം. നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഏതും എടുക്കാം. ഇപ്പോൾ സ്ഥാപനങ്ങൾക്ക്, ഓഫീസുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ലെറ്റർ ഹെഡ്. ഇതിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ കൊടുക്കാൻ കഴിയും. അപ്പോൾ അതിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു സംഭവമാണ് ലെറ്റർ ഹെഡ് എന്നുള്ളത്. ഏതൊരു സ്ഥാപനത്തിനും നിർബന്ധമാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ ലെറ്റർ ഹെഡൊക്കെ ഞാൻ നിർമ്മിക്കുന്നത് ഈ ക്യാൻവ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലെറ്റർ ഹെഡ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയുക. നമ്മൾ ലാസ്റ്റ് അത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. PDF സ്റ്റാൻഡേർഡ് എടുക്കുക, എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയ ശേഷം നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ലെറ്റർ ഹെഡ് ഓപ്പൺ ചെയ്യുന്നത്. ലെറ്റർ ഹെഡ് ഓപ്പൺ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഇതില്ല. പുതിയ സിസ്റ്റം ആയതുകൊണ്ട് ഞാനതൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് നമുക്കത് ഇപ്പോൾ ഈ കണ്ട പോലെ തന്നെയാണ് ഉണ്ടാവുക. ഇതേ രൂപത്തിൽ തന്നെ PDF ആയിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുക. നമുക്ക് PDF ഓപ്പൺ ചെയ്യാൻ ഫോക്സിറ്റ് റീഡർ, അഡോബ് റീഡറൊക്കെ ഉപയോഗിക്കാം. ഏതെടുത്താലും ഇത് ഇതേപോലെ കിട്ടും. നമുക്ക് ഷെയറൊക്കെ ചെയ്യാം. നമുക്ക് വാട്സപ്പ് മുഖേനയോ ഇമെയിൽ വഴിയൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലെറ്റർ ഹെഡ് ഡിസൈൻ ചെയ്യുന്ന രൂപം. ക്യാൻവ പ്രീമിയം എടുത്തവർക്കാണ് ഇതിൽ പ്രീമിയം ആയിട്ടുള്ള കംപ്ലീറ്റ് കിട്ടുക. ഇതൊക്കെ പ്രീമിയമാണ്. ഈ എജു എന്ന് എഴുതിയിട്ടുള്ളതൊക്കെ പ്രീമിയമാണ്. അതൊക്കെ കിട്ടാൻ പ്രീമിയം എടുക്കണം. അപ്പോൾ പ്രീമിയം നിങ്ങൾക്ക് 199 രൂപക്ക് നമുക്ക് തരാൻ കഴിയും. അതിൽ മലയാള ഫോണ്ട് ആഡ് ചെയ്യണമെങ്കിൽ മലയാള ഫോണ്ടൊക്കെ അതിൽ കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം സ്പോട്ട് ആക്ടിവേഷൻ ചെയ്തു തരുന്നതാണ്. താങ്ക് യു.